പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന് അങ്ങനെയൊക്കെ പറയാം. കാര്യമൊക്കെ എളുപ്പമാണ്. അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. അത് അങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ കർത്താവിനത് പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവർ പോലും ഉണ്ട്. ചെയ്ത് കാണിച്ചതാണല്ലോ കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പോലും. ഇന്നത്തെ ഒന്നാമത്തെ വായന വളരെ ഭംഗിയായിട്ടുള്ളൊരു ഉദാഹരണം നമുക്ക് തരും. വചനം പറയുന്നുണ്ട്, കർത്താവിന് അനിഷ്ടമായത് പ്രവർത്തിക്കാൻ തന്നെ വിറ്റ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് മോശപ്പെട്ട് കർത്താവിൻ്റെ കൽപ്പനകൾ ലംഘിച്ച്, ഇന്നലെ നമ്മൾ വായിച്ചു കേട്ടതുപോലെ തന്നെ പ്രജയായിട്ടുള്ള നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കരസ്ഥമാക്കാൻ കൊലപാതകം വരെ ചെയ്ത് കർത്താവിനെതിരായിട്ട് മ്ലേച്ഛ വിഗ്രഹങ്ങളെ ആരാധിച്ച ഒരാളാണ് ആഹാബ് എന്ന് പറയണേ. എന്നിട്ട് നമ്മൾ ഇന്നത്തെ വായനയുടെ ഒന്നാമത്തെ വായനയുടെ അവസാനമാകുമ്പോഴേക്കും നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്തു, ആഹാബിൻ്റെ മുൻപിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ? അവൻ തന്നെ താഴ്ത്തിയതിനാൽ അവൻ്റെ ജീവിതകാലത്ത് ഞാൻ നാശം വരുത്തുകയില്ല. ഇതെങ്ങനെ പറ്റുന്നു? ഇതാണ് കർത്താവ് പറയണത്. ഞാൻ കാണിച്ചു തന്നേക്കണ കാര്യം. ഇതുപോലെ കർത്താവിനെ നിന്ദിച്ച, ഇതുപോലെ കർത്താവിൻ്റെ നിയമങ്ങൾ പാലിക്കാതിരുന്ന, ഇതുപോലെ കർത്താവിനെ പരീക്ഷിച്ച, അപഹസിച്ച ഒരാളുണ്ടായിട്ടില്ല. എന്നിട്ട് പറയാണ്, അവൻ എൻ്റെ മുൻപിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ? അവൻ തന്നെ താഴ്ത്തിയതിനാൽ അവൻ്റെ ജീവിതകാലത്ത് ഞാൻ നാശം വരുത്തുകയില്ല. പ്രതിവചന സങ്കീർത്തനം കാണണം, ദൈവമേ ഞങ്ങളോട് ദയ തോന്നണമേ, എന്തെന്നാൽ ഞങ്ങൾ പാപം ചെയ്തു. ഒന്നേറ്റു പറഞ്ഞാൽ എത്ര വലിയ പാപമാണെങ്കിലും കർത്താവ് പുറത്തു തരുമെന്നാണ് പറയുന്നത്. എത്ര വലിയ പാപമായിക്കോട്ടെ. ആദ്യത്തെ കൊലപാതകിയുടെ മേലെ സ്വർഗത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ മുദ്ര ചാർത്തി കൊടുക്കുന്ന ദൈവത്തിൻ്റെ ഇങ്ങനെ നിസ്സീമമായ സ്നേഹം നമ്മൾ കാണുന്നില്ലേ? അത് തന്നെ. എന്നിട്ട് കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയും, നിങ്ങൾ അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾ വിശേഷവിധിയായിട്ട് എന്താ ചെയ്യണേ? ഇങ്ങനെ സ്നേഹിക്കാനാണ് കർത്താവ്. എങ്ങനെ സ്നേഹിക്കേണ്ടതെന്നുള്ളത്. അത് ഇങ്ങനെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നും കർത്താവ് നമ്മളെ എല്ലാ തിന്മകളിൽ നിന്നും മോചിപ്പിക്കുമെന്നൊക്കെ ഉള്ളതിൽ നിന്നുള്ള ആ ഒരു അവിടെ നിന്ന് ആ സ്റ്റേജിൽ നിന്ന് വിട്ട് ഒന്ന് മുന്നോട്ട് പോയി കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തും. അങ്ങനാണെങ്കിൽ ശത്രുക്കളെ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. എങ്ങനെയുള്ള സ്വർഗസ്ഥനായ പിതാവ്? ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യിക്കുകയും ചെയ്യുന്ന, ഒരാളെയും മാറ്റി നിർത്താതെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കുന്നവൻ. അതായത് വചനം പറയണത് അതാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് എൻ്റെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കാൻ വേണ്ടിയിട്ട് പിതാവ് സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുക. ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ ഒരേപോലെ. അങ്ങനെ ശത്രുക്കളെ സ്നേഹിക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. ഈ ജീവിതം ഒന്നുമല്ല. ശരിക്കും ഇതുപോലെ അല്ല, ശരിയാക്കാനുണ്ട്. ഈസ് ഗോഡ് ഓക്കെ വിത്ത് മീ എന്നൊരു ചോദ്യം ചോദിച്ചാൽ നോ എന്ന് കൃത്യമായിട്ട് പറയേണ്ടി വരും. നമ്മളിപ്പോൾ സാധാരണക്കാരെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കാമെന്നേ. ഇതുപോലെ ഇങ്ങനെ ഇത്രയും ക്രൂരനായിട്ടുള്ള, ഇത്രയും മ്ലേച്ഛനായിട്ടുള്ള മനുഷ്യരോട് ക്ഷമിക്കുന്ന ആ പിതാവിനെ കണക്ക് സ്നേഹിക്കാനും പൊറുക്കാനും പ്രാർത്ഥിക്കാനും കർത്താവ് പറയണം. പക്ഷെ ഇതുപോലെ ജീവിച്ചാൽ പോരെന്നറിയാം. കുറച്ചുകൂടെ അങ്ങയുടെ മക്കളെന്ന് അറിയപ്പെടുന്ന വിധത്തില് സുഹൃതങ്ങളിൽ വളരാൻ ഞങ്ങൾക്ക് കൃപ തരണമേ, ഞങ്ങളെ പരിശീലിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയോടുമേലായിരിക്കാം. അതിനായിട്ടുള്ള ആശീർവാദം ചെയ്യും. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.
ആഴി തന്നഗാധത്തേക്കാൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി ജീവിക്കാൻ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് വിദ്വേഷം ഒഴിയട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ഉയരട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ,